നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്ന 2 ടൈപ്പ് സാരിയാ. ഒന്നാമത്തെ സാരി എല്ലാവരുടെയും, എൻ്റെ പ്രത്യേകിച്ച് ഇസബെല്ലയുടെ പ്രേക്ഷകരുടെ, കസ്റ്റമേഴ്സിന്റെ മോസ്റ്റ് ഫേവററ്റ് സാരിയായ കല്യാണി കോട്ടന്റെ കുറച്ച് കളക്ഷൻസ് കേട്ടോ. അധികം ഇല്ല. കല്യാണി കോട്ടൺ ഇനി ഓണം സീസണൊക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് കാണിച്ചാലും എന്ന് കടയിൽ വെച്ചാലും ആൾക്കാർ ഭയങ്കരമായിട്ട് ആവശ്യമുള്ളതാണ്. പിന്നെ ചില പ്രത്യേക കോമ്പിനേഷൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും. ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് എണ്ണം കാണിക്കും കേട്ടോ. ഇത് ചെക്ക്. ഇതിപ്പം ചെക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ കല്യാണി കോട്ടണിൽ നിന്നല്ല, ഏത് സാരിയിൽ വന്നിരിക്കുന്നത് ചെക്ക് ഇപ്പൊ ട്രെൻഡാണല്ലോ. അപ്പം കല്യാണി കോട്ടണെ ചെക്ക് വന്ന അയ്യോ എന്ത് രസമാണോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിന്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉടുത്തോണ്ട് വന്നേക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഈ കൊച്ച് ഒരു അവിടുത്തെ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻ ആളായിരുന്നു. മെയിൻ ആളെന്ന് വെച്ചാൽ അവിടുത്തെ ആ കുട്ടിയുടെ ഫസ്റ്റ് കല്യാണമാണ്. അപ്പോഴത്തേന് ഈ കൊച്ചിനെ തന്നെ ഞാൻ നോക്കുന്നത് എന്നുവെച്ചാൽ നമ്മളുടെ സാരിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. വെറുതെ പറയുന്നല്ല കേട്ടോ. ഇത് കാരണം നമ്മുടെ സെറ്റ് സാരിയൊക്കെ പോലെ തന്നെ കേരളത്തിലെ ട്രഡീഷണൽ സാരികളിൽ ഒന്നാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സാരിയാണെന്ന് പറഞ്ഞാൽ പോലും പക്ഷെ ഇതിന്റെ ഡിമാൻഡ് ഒരിക്കലും പോകത്തില്ല. അതിന്റെ ഒന്നാമത്തെ കാര്യം അതിന്റെ കോമ്പിനേഷൻസ്, അത് തമ്മിലുള്ള, അതായത് ഇപ്പൊ ബോർഡറും ബോഡിയും തമ്മിലുള്ള കോമ്പിനേഷൻ, അതിലെല്ലാത്തിലും ഉപരി ഇതിന്റെ കംഫർട്ട് ഭയങ്കരമായിട്ടില്ലേ കംഫർട്ടാണ് ഉടുക്കാനായിട്ട്. കോട്ടന്റെ എല്ലാ സുഖങ്ങളും നമുക്ക് കിട്ടും ഈ സാരി ഉടുക്കുമ്പം. പക്ഷെ എന്നാൽ ഒരു സിൽക്കിയുടെ ഒരു മീൻസ് സിൽക്കിന്റെ ഒരു ബ്ലെൻഡിങ്ങും കൂടെ ഉള്ളത് കൊണ്ട് ആ തനി കോട്ടൺ എന്നുള്ള ഒരു ഇതിലേക്ക് മാത്രം കല്യാണത്തിനൊക്കെ തനി കോട്ടൺ അങ്ങനെ എല്ലാവർക്കും ഫേവററ്റ്. എല്ലാവർക്കും ഇച്ചിരി തിളക്കവും സിൽക്കും ഇച്ചിരി ഒരു ഗമാലിറ്റിയും ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. പക്ഷെ ഇത് വരുമ്പം രണ്ടും ഉണ്ട് താനും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിന്റെ വാഷ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ആണ് പ്രിഫറബിൾ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വാഷ് ചെയ്തു. പക്ഷെ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ആണ് പ്രിഫറബിൾ. ഇത് എനിക്ക് ഇസബെല്ല ഈ സാരി വിറ്റേക്കുന്നതിനൊരു കയ്യം കണക്കില്ല. അതുപോലെ തുടക്കകാലം ഇസബെല്ലയുടെ ഓൺലൈൻ തുടങ്ങിയ തുടക്കകാലം എന്ന് ഞാൻ എപ്പോഴും പറയും. എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഈ കല്യാണി കോട്ടൺ എന്ന് പറയുന്ന സാരിയോട്. കാരണം നമ്മുടെ ഗ്രാഫിനെ ഭയങ്കരമായിട്ട് കയറ്റിക്കൊണ്ട് പോയ ഒരു ഐറ്റമാണ് ഇസബെല്ല ഈ കല്യാണി കോട്ടൺ. അതുകൊണ്ട് എന്ന് കല്യാണി കോട്ടൺ കാണിച്ചാലും ഞാൻ അത് പറയും. ആ ഒരു നന്ദിയുടെ കഥ ഞാൻ പറയും കല്യാണി കോട്ടണോട്. ഇതാണ് ബ്ലൗസ്. ഇങ്ങനെ ഒരു ലൈൻസ് പോകുന്ന ബ്ലൗസ്. കോപ്പർ ഒരു മിക്സ് ആയിട്ടുള്ള സെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ബോഡിക്ക് കളറ് മെറൂണ്. നല്ലതാണ്, വാങ്ങിച്ചു നോക്കൂ. ഇത്ര റേറ്റേ ഉള്ളൂ. പക്ഷെ റേറ്റിന്റെ ട്രിബിള് നിങ്ങൾക്ക് മതിപ്പ് ഉടുത്തു കഴിയുമ്പോൾ കിട്ടും. ചെക്ക് ഡിസൈനിലുള്ള ആ ഒരു സാരിയേ ഉള്ളൂ കേട്ടോ. ചെക്ക് ഡിസൈനിലുള്ള സാരീസ് ഇനിയും വരുമോ എന്ന് ചോദിച്ചാൽ വന്നേക്കാം. ഓണം സീസണൊക്കെ ആകുമ്പോൾ, അതായത് 2-3 മാസത്തിനുള്ളിലൊക്കെ ചിലപ്പം വന്നേക്കാം. ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഓണത്തിന് ഈ വർഷം ഒത്തിരി ഓണത്തിന്റെ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ എന്റെ ദൈവമേ എന്തൊക്കെ രസാണോ. എനിക്കാണെങ്കിൽ ഇപ്പോഴേ ഓണത്തിന്റെ സാരിയും കൊടുക്കാൻ ധൃതിയായി. മറ്റേ നമ്മുടെ കേരള സാരി വന്നേക്കുന്നത് കാണുമ്പോഴേ. ഇത് അടുത്തത് ഇതിന്റെ മുന്താണി വരുമ്പോ ഇങ്ങനെ വരും. ബോഡിയില് ഇങ്ങനെ, ബോഡിയിൽ ഓൾ ഓവർ ബോഡി ബൂട്ടാസ് ഉണ്ട്. ബൂട്ടാസ് മീൻസ് ഈ ഫ്രണ്ട് ഭാഗത്ത് അകത്തേക്ക് പോകുന്ന പോർഷനിലില്ല. പക്ഷെ ഏറ്റവും അകത്തേക്ക് പോകുന്നിടത്ത് മാത്രമേ ഉള്ളൂ ബൂട്ടാസ് ഇല്ലാത്തത്. പിന്നെ ടെമ്പിൾ ഡിസൈനാണ്. ഇവിടുത്തെ കളറ് ഡാർക്ക് മെറൂണും ഇവിടുത്തെ നല്ല തെളിഞ്ഞ മാംഗോ യെല്ലോയുവാ. അപ്പൊ എന്നടുക്കും നമ്മുടെ മുഖത്തിന് നല്ലൊരു, ഈ ഡാർക്ക്നെസ് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. മുഖത്തിന് നല്ലൊരു ഗ്ലോയോ അല്ലെങ്കിൽ ഒരു പ്രകാശം. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആട്ടോ. ഇത് കോൺട്രാസ്റ്റ് ആണ് എപ്പോഴും ബ്ലൗസ് വരുന്നത്. മുന്താണിയുടെ അതേ സെയിം കളർ ബ്ലൗസ്. ഇതിനൊരു ചെറിയ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്, വലിയ ഡിസ്കൗണ്ട് ഇട്ടിട്ടില്ല. ഇത് 1399 ആണ്. ഇപ്പോഴത്തെ വില 1100 കേട്ടോ. മറ്റേന്റെ ആദ്യത്തെ വില പറഞ്ഞില്ല, സ്ക്രീനെ കാണുമല്ലോ. അടുത്തത് ഇതാ. ഓരോത്തിനും ഓരോ ടൈപ്പ് ബോർഡറാണ്. നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോർഡറും കാര്യങ്ങളും. ഇതിപ്പോ വന്നിട്ടുണ്ടല്ലോ ഒരു ഈ കാക്കി കളർ എന്നൊക്കെ പറയല്ലേ, അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ അങ്ങനത്തെ കളർ പറയല്ലേ. ഈ കളർ ഭയങ്കര ഡിമാൻഡായിരുന്നു അന്നൊക്കെ കൊടുക്കും. എന്നിട്ട് ഇവിടുത്തെ ബോർഡറിൽ ടെമ്പിൾ ബോർഡറും മെറൂൺ ഡിസൈനും. എന്താടി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസും ഈ മെറൂൺ തന്നെ.
ഏതാണോ മുന്താണിക്ക് വരുന്ന അല്ല ബോർഡറിന് വരുന്ന ആ കളറാണ് ബ്ലൗസ്. ഇതുണ്ട്, ഇതിനിങ്ങനെ ഒരു ഗ്ലോ ഉണ്ട്, ആ സിൽക്കിന്റെ ഒരു ഗ്ലോ ഉണ്ട്, എന്നാൽ ഒട്ടും ചൂടും കാര്യങ്ങളും ഒന്നും എടുക്കത്തുമില്ല. ഇതിന്റെ വില 1100 ആണ്. അടുത്തത് ഒരു റെയർ കോമ്പിനേഷൻ, അങ്ങനെ അങ്ങ് കല്യാണി കോട്ടൺ ആണെങ്കിൽ പോലും വരാത്ത ഒരു കോമ്പിനേഷനാണ് ഇത്. ഇത് കണ്ടോ, ഒരു ബ്ലൂവും പിന്നെ നല്ല ഒരു വയലറ്റ്, ഈ തീപ്പട്ടി കളറിന്റെ ഒക്കെ ഒരു വയലറ്റ്, അതാണ് ഇത് ബ്ലൗസ്. ഇതിന് കട്ട് ചെയ്താൽ വന്നിരിക്കുന്നത്, ചിലതിന് അങ്ങനെ വരും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ബ്ലൗസ്. നല്ല രസമായിരിക്കും ഇത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ട്രഡീഷണൽ സാരിയാണ്, ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാരി. ഇതൊക്കെ ചിലരിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കത്തില്ലേ, തിരിച്ചു കൊടുക്കുക, ഇതിന് എന്നാ പറയാ, ഇപ്പൊ മുംബൈ സ്റ്റൈലിലൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനത്തെ ഉടുക്കുമ്പോഴൊക്കെ ഉടുക്കാനൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന സാരിയാ. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ സാരിയാണ് അത്. ഇതിൽ കാണാം, ഇതിനും 1100 ആണെന്ന് തോന്നുന്നില്ല, 1100. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ കോമ്പിനേഷൻസിന്റെ കാര്യം. ഈ ഒരു കളർ കണ്ടോ, ഇതൊരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണേ. എന്നിട്ട് മുന്താണിക്കും ബോർഡറിനും വരുമ്പോൾ നല്ല ഡാർക്ക് റോയൽ ബ്ലൂ കളർ, നല്ല കോമ്പിനേഷനാണ്. ഇങ്ങനെ ഈ സാരി കണ്ടോ, ഇങ്ങനെ നോക്ക്, എന്നാ രസമാണ് കാണാനായിട്ട്. നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ഭംഗിയായിട്ട് പ്ലീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ, വൺ പ്ലീറ്റ് ഇടാണേലും നല്ലതാ, എങ്ങനെ ഇടാനും നല്ലതാ, നല്ല രസമാണ് കാണാനായിട്ട്. ഞാനിപ്പോ ഇത്രയൊക്കെ പറയുന്നത് എന്നാന്നറിയാവോ, ഇത് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെന്ന് ഓർത്തിട്ടല്ല, അറിയാം, എല്ലാവർക്കും അറിയാം, ഒരുമാതിരിപ്പെട്ട അവർക്കൊക്കെ അറിയാം. പിന്നെ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവർ വാങ്ങിച്ചോട്ടെ എന്നോർത്ത്. 1100 ഈ സാരി നിങ്ങൾക്ക് 101% വർത്ത് തന്നെയാണ്. ഇതാണ് ബ്ലൗസ്. അടുത്ത ഇത് കണ്ടോ, നല്ല തീപ്പട്ടി കളറേ, ബോഡിക്ക് മുന്താണി വരുമ്പോൾ ഈ ഒരു മെറൂൺ, ഡാർക്ക് മെറൂൺ. ഇതിന്റെ കളർ വരുന്നതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡൈയിങ് നല്ല ഏത് കളറാണേലും, ഇപ്പം മുന്താണിയുടെ ആട്ടെ അല്ല ബോഡിയുടെ ആട്ടെ നല്ല ഡീപ്പ് കളറാ, ഡീപ്പ് ഡൈയിങ് ആണ് നടക്കുന്നത്. ശരിക്കും നല്ല ഡീപ്പായിട്ട് ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ നമ്മൾ ജെറ്റ് കളേഴ്സ് എന്ന് പറയുന്ന പോലെ അങ്ങനെ വരും. എന്നാൽ സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ് തരും കേട്ടോ. രസം നോക്ക്, നല്ല വൈഡായിട്ടുള്ള നെക്കൊക്കെ ഉള്ള ബ്ലൗസും ഒക്കെ ഇട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട ആർക്കും അറിയാൻ, എനിക്കറിയാം കേട്ടോ. പിന്നെ ചുമ്മാ ഇങ്ങനെ നമുക്കൊരു എടി അങ്ങനെ എടുത്താൽ നല്ല അടി, എടി ഇങ്ങനെ എടുത്താൽ നല്ല അടി, പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമല്ലേ എടി. ഫോൺ മാറി മാറി അടിക്കും. എന്താ ഇത് കണ്ടോ, വേറൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇത് കണ്ടോ, നല്ല, അതാ ഞാൻ പറയുന്നത്, നല്ല ഈ ആർക്കും ചേരും. ഏത് കളർ ടോണിലുള്ളവർക്ക്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും, പൊക്കമുള്ളവർക്കോ പൊക്കം കുറഞ്ഞവർക്കോ മെലിഞ്ഞവർക്കോ വണ്ണമുള്ളവർക്കോ ഏതത്തിലുള്ളവർക്കും ചേരുന്ന ഒരു സാരി. അതാ ഇതിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാര്യം. ബോഡിയത്തെ കളറേ എന്നാ കളറാണ് ഇത്, ഒനിയന്റെ ഒരു ഷെയ്ഡാട്ടോ, ഒരു സൈസ് ഒനിയന്റെ ഒരു ഷെയ്ഡ്, ഒരു സൈസ് ഒനിയൻ എന്നൊക്കെ പറയുന്നതിന് ചിരിച്ച കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, അതിന്റെ അവിടെ ഈ കളറുണ്ട് ഇവിടെ ഈ കളറുണ്ട്, പൊട്ടത്തരമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എന്റെ മുന്താണി കണ്ടോ, എന്നെ കോമ്പിനേഷൻ ആണ് നോക്ക്, അതിന്റെ കോമ്പിനേഷൻ കണ്ടെങ്കിൽ നോക്ക്, നല്ല രസമല്ലേ. എന്നിട്ട് ഈ നേവി ബ്ലൂ ആണ്, അല്ല സോറി, ഈ റോയൽ ബ്ലൂ ആണ് മുന്താണിയായിട്ട് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഡെയിലി യൂസിന് ഇട്ടാലും, ഇങ്ങനത്തെ ഇപ്പൊ ടെമ്പിൾ ബോർഡർ വന്നേക്കുന്ന ഡെയിലി യൂസിന് ഇട്ടാലും നല്ല. നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഇപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അങ്ങനത്തെ ഒക്കെ ഏറ്റവും കൂടുതൽ ഇത് ഒരു എടുക്കുന്ന പ്രൊഫഷണൽസിന് ഭയങ്കര നല്ലതാ. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കില്ലേ, ഭയങ്കര ഓവർ ആയിട്ടുള്ള ഇതിട്ടുണ്ടല്ലോ അവര് ഒഫീഷ്യൽ ടൈമിൽ നടക്കുന്നത്. ആ ഒരു അന്നേരം നല്ല ഭംഗിയുള്ള സാരി. ഇത് മുന്താണി, ബോഡി ഇത് ഇങ്ങനെ ഇരിക്കും, നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ, ഉണ്ടോ, നല്ല രസം. ബ്ലൗസും വരുമ്പോ ഈ ഇത് വരും മെറൂൺ. ഇത് നല്ലൊരു ഒനിയന്റെ മറ്റൊരു ഷെയ്ഡ്, മറ്റൊരു കോമ്പിനേഷൻ. സാരിയിൽ ഡിസൈൻസിലൊക്കെ വ്യത്യാസമുണ്ട്. ഓൾ ഓവർ ബോഡി ഇങ്ങനെ ബുട്ടാസ് ഉണ്ട്, ആ ഒരു ബുട്ടാസ് പോയിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു ഗ്രാമ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, മുന്താണിക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ്,
ബ്ലൗസ് വരും എന്ത് ഇത് ആ ഒരു രാമഗിരി തന്നെ ബ്ലൗസും വരും. നല്ല കളറുള്ള സാരി. ഞാനിത് എടുക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന, പിന്നെ എപ്പോൾ എടുക്കാനാ എന്നൊക്കെ ഓർത്ത്. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാരി, എനിക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ ഇഷ്ടം. കാരണം നമ്മളെ ഒട്ടും കഷ്ടപ്പെടുത്തത്തില്ല. നമുക്കിപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടോ ചൂടോ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസിലാണ് നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടത്തും ഇല്ല. പക്ഷെ നമുക്ക് നല്ല ഇതുമായിരിക്കും. ഇനി വേറൊരു ടൈപ്പ് സാരി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഡിസ്കൗണ്ട് ഐറ്റം ആണ്, ഡിസ്കൗണ്ട് സാരി കേട്ടോ. അതിനും ഡിസ്കൗണ്ട് ഇല്ലെന്നല്ല, ചെറിയ ഡിസ്കൗണ്ടേ ഉള്ളൂ ഇതിന്. കണ്ടോ, മുന്താണിയില് നല്ല എംബ്രോയിഡറി വർക്ക്, നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ബോഡി ഫുള്ള് ബുട്ടയാണ്. മൽച്ചന്തേരി ഫാബ്രിക്, മൽച്ചന്തേരിയുടെ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക്. ഇത് ഇങ്ങനെ വരും സാരിയും ബോഡിയും മുന്താണിയും കൂടെ. ഇനി ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ സെറി ഉണ്ട്. കണ്ടാ, ഇതിന്റെ കളറില്ലേ, ഈ പായലിന്റെ ഒക്കെ കളറില്ലേ, ചാണകപ്പച്ച എന്നൊക്കെ നാട്ടുമ്പുറത്തൊക്കെ പറയും, അങ്ങനത്തെ ഒരു കളർ. അതിന്റെ കളർ അല്ലാതെ എന്തോ പറയാൻ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരു കളർ. നല്ല സാരിയാണ്, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ലുക്ക് തോന്നിക്കുന്ന ഒരു സാരി. ഇതിന്റെ റേറ്റും കൂടെ ഞാൻ പറയാം കേട്ടോ. ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്, ബോഡിയിലും അതെ, മുന്താണിയിലും അതെ, എല്ലായിടത്തും അതെ. 1699 ആണ് ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 1190 ഉള്ളി. ഫുൾ എംബ്രോയിഡറി, മൽച്ചന്തേരിയുടെ ഫാബ്രിക്, മൽച്ചന്തേരിയുടെ ഒരു കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ളത് കേട്ടോ. ഫുൾ പ്യുവർ മൽച്ചന്തേരി തന്നെയല്ല, അതിനകത്ത് കോട്ടൺ എന്ന് പറയാനും പറ്റത്തില്ല, മൽച്ചന്തേരി എന്ന് പറയാം, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പോകുന്നത്. ഇതാണ് അടുത്ത കളറ്, ഒനിയൻ കളറ്, നല്ല ഒരു പേസ്റ്റൽ കളറ്. ഇതിനകത്തെ കൂടെ പിങ്ക് ലോട്ടസിന്റെ ഒക്കെ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ബോഡി ഇങ്ങനെ എന്താ, ബോഡിയെ നിറച്ചും ബുട്ടായും കൈയുടെ അറ്റത്ത് ഈ ഒരു സെറിയൊക്കെ വെച്ച് ചുന്ദരിയായിട്ട് തയ്ച്ചാൽ ചുന്ദരികളായിട്ട് പോവാം. പിന്നെ നല്ല കംഫർട്ടാണ് ഈ ഫാബ്രിക്കും. മൽച്ചന്തേരി മൽക്കോട്ടനും ഇപ്പൊ അറിയത്തില്ലാത്ത ആൾക്കാർ ഇത് ഒന്നാണോ? അല്ല, ഇങ്ങോട്ടെടുത്ത് ഒന്നാണ് അല്ലേ? ഒന്നാ. അപ്പം അത്രയേ ഉള്ളൂ. കുറച്ച് ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്താ പറയാ, വേഗം തന്നെ വാങ്ങിച്ചോളൂ. എനിക്കറിയാം വരാൻ പോകുന്ന എൻക്വയറീസ് ധാരാളം. എന്താന്ന് പറയാ, കല്യാണിക്കോട്ടിന്റെ ആ കോമ്പിനേഷൻ വരുമോ, ഈ കോമ്പിനേഷൻ വരുമോ, ചെക്ക് കാണിക്കാത്ത എന്താ, ഇതെല്ലാം ഇപ്പൊ ഇതേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ട്. ഓണം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം. നമുക്കിപ്പോഴേ അതിനെപ്പറ്റി ഒരു 100% ഊന്നി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.